നമസ്കാരം. രണ്ടാം പിണറായി സർക്കാർ 2.5 കൊല്ലം കഴിയുമ്പം 2 മന്ത്രിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. രാമേന്ദ്രൻ കടന്നപ്പള്ളിനെയും ഗണേശനെയും ഉൾപ്പെടുത്തി അഹമ്മദ് ദേവർകോവിലിനെയും ആന്റണി രാജുവിനെയും മാറ്റും എന്ന് നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ. ഇത് മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു വീതം വെക്കലായിരുന്നു. എന്നാൽ ഈ വരവോടുകൂടി 2 മന്ത്രിമാരുടെ മാറ്റം, 2 മന്ത്രിമാർ പുതിയതായി വരുന്ന സാഹചര്യത്തിൽ സർക്കാരിനും മന്ത്രിസഭയ്ക്കും ഗംഭീരമായ ഇമേജ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പല ആളുകളും ഗണേഷ് കുമാറൊക്കെ വന്ന്, രാമേന്ദ്രൻ കടന്നപ്പള്ളിയൊക്കെ വന്ന് ഗംഭീരമായ മൂവ്മെൻറ്റ് നടത്തും എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഇപ്പോൾ ഗണേഷ് കുമാർ വന്നത് വലിയ തലവേദനയായ അവസ്ഥയിലാണ്. ഏറ്റവും അവസാനം ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് വലിയൊരു പ്രസ്താവന അങ്ങ് നടത്തി നല്ലൊരു പണി അങ്ങ് കൊടുത്തു. കാരണം KSRTC ആന്റണി രാജു ആണല്ലോ. KSRTC മുഴുവൻ കാമ്പിളിൽ നശിച്ച് പണ്ടാര ആയിരിക്കുകയാണ്, നാരായണക്കല്ല് അഴുകിയിരിക്കുകയാണെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ആന്റണി രാജു ആണെങ്കിൽ ഞാൻ അവസാനത്തെ ശമ്പളവും കൊടുത്തിട്ടാണ് പോകുന്നത് എന്നൊരു കാഴ്ചപ്പാടിലും ആയിരുന്നു. മന്ത്രിസ്ഥാനമൊക്കെ ഏറ്റെടുക്കുകയല്ലേ, വേറൊരു മുന്നണി മാറി പുതിയ മുന്നണി വരുന്ന പോലെയാണ് ഗണേശൻ പറഞ്ഞിരുന്നത്. കംപ്ലീറ്റ് അലമ്പായി കിടക്കാണ്. ഏത് മന്ത്രിയായാലും KSRTC ഫുൾ അലമ്പാണ്, ഞാനിത് ഗംഭീരാക്കും, ഞാൻ പണ്ട് വന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അത് മൊത്തം ഞാൻ രക്ഷിച്ചെടുത്താണ്, ഇനിയിപ്പം കഷ്ടപ്പെട്ട് അടുത്ത 2.5 കൊല്ലം കൊണ്ട് വേണം രക്ഷിച്ചെടുക്കാമെന്നാണ് ഗണേശൻ പറഞ്ഞത്. ഗണേശൻ പറയുമ്പം ഒരു സാമാന്യ യുക്തി വെച്ചിട്ട് CPMമാർക്ക് ചിന്തിക്കണ്ടേ, ഇവിടെ ഭരിച്ചിരുന്നത് നമ്മളെ ആൾക്കാരാണല്ലോ എന്ന് ആലോചിക്കണ്ടേ. ആന്റണി രാജു പാവം അവസാനത്തെ ശമ്പളം കൂടി കൊടുത്ത് ഞാൻ ഗംഭീര കക്ഷിയാണ്, തിരുവനന്തപുരത്ത് 10 രൂപേൻ്റെ ബസ് തുടങ്ങി, മറ്റേ ഓരോ ബസ് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായ ഗതാഗത സൗകര്യം ഒരുക്കി പുറത്തിറങ്ങുകയാണ് എന്ന് ഒരു യാത്രയപ്പൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ഗണേശൻ വന്ന ഉടൻ ഒരു പണി കൊടുത്തു. ഗണേഷ് കുമാർ വിചാരിച്ചത് പഴയ ആന്റണി സർക്കാരിൻ്റെയും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും ഒക്കെ പോലെ ഞാനിങ്ങനെ വരുമ്പം മറ്റേത് മുഴുവൻ മോശമാണെന്ന് പറഞ്ഞങ്ങ് കയറിക്കഴിഞ്ഞാൽ ചില സാധ്യതകളുണ്ട് എന്നാണോ എന്നറിയില്ല. എന്തായാലും ഗണേശൻ പറഞ്ഞു കഴിഞ്ഞു, കംപ്ലീറ്റ് അലമ്പായി കിടക്കുകയാണ്, ഞാനിത് ഗംഭീരാക്കണമെന്ന്. ഇതിന് പല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ആന്റണി രാജു തന്നെ ഈ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നതൊന്നും തിരിയാണ്ടായിപ്പോയി. രാജിയാണെങ്കിൽ അങ്ങ് വെക്കുകയും ചെയ്തു. ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഉഷാറാക്കി എന്നൊക്കെ. അതാണെങ്കിൽ ശ്രദ്ധയിൽ വരുന്നതിന് മുന്നേ ഗണേശൻ കയറി പറയാണ് ഇതൊക്കെ മൊത്തം അലമ്പായി കിടക്കണം, ഞാനിത് ഉഷാറാക്കുന്നു. ഒരു മുന്നണി മര്യാദയൊക്കെ ഇല്ലേ? മുന്നണി മര്യാദ പ്രകാരം ഒരു മന്ത്രി രാജിവെച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഗണേഷ് കുമാർ ആ മര്യാദ തിരിച്ചും കാണിക്കേണ്ടതെന്നാണ് ആന്റണി രാജുവിൻ്റെ സങ്കടം. എന്തായാലും ഗണേഷ് കുമാർ പറയാനുള്ളത് പറഞ്ഞു. ആന്റണി രാജുവിനോട് ചാനലുകാരൊക്കെ എന്നിട്ട് ചോദിക്കുകയാണ്, ഗണേഷ് കുമാർ വരാതിരിക്കാനുള്ള, മന്ത്രിസഭയിലേക്ക് വരാതിരിക്കാനുള്ള നീക്കം നിങ്ങൾ നടത്തിയോ എന്ന്. ആന്റണി രാജു ആകെ പേടിച്ചു പോയി കേട്ടോ. ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാകാതിരിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടന്നിരുന്നു തുടക്ക സമയത്ത്, ആദ്യ ടൈമിൽ അദ്ദേഹം വരാതിരിക്കാൻ. അതേ നീക്കം തന്നെ അദ്ദേഹം ഈ 2.5 വർഷം കഴിഞ്ഞും വരാതിരിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും അദ്ദേഹം സംശയിച്ചിരുന്നു. അത് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള കോക്കസ് ആണ് അതിന് പിന്നിലെന്നും അദ്ദേഹം പല തവണ പല ആളുകളോടും പറഞ്ഞിരുന്നു. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിൽ എവിടെയെങ്കിലും താങ്കൾ ഒരു ഭാഗഭാക്കായോ? കാരണം താങ്കളുടെ പേര് ആ കോക്കസിനുള്ളിൽ ഉയർന്നു വരുന്നു. ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇങ്ങനെ ഒരു ആരോപണം മഞ്ജുഷിൻ്റെ വായിൽ നിന്നാണ് കേൾക്കുന്നത്. ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു കാര്യം, പുതിയൊരു ആരോപണമാണിത്. കേട്ടപ്പോൾ രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് മാറണം. അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആരെല്ലാം കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണ, അതെല്ലാം മാറ്റണമെന്ന് പറയാൻ ഞാനാളല്ലല്ലോ. അതൊക്കെ മാറ്റേണ്ടവർ സമയവുമായി കാലം ഇതെല്ലാം തെളിയിക്കുമല്ലോ. എന്തായാലും ഗണേശൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ബസ്സുകളൊക്കെ ഇങ്ങനെ ക്യൂ നിന്ന് പോവുകയാണ്, ഒരു രക്ഷയില്ല. എല്ലാ ബസ്സുകളും ക്യൂ അടിച്ചു പോകുന്നതിന് പകരം ആവശ്യത്തിനുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ ബസ് വിടും. ആന്റണി രാജുവിൻ്റെ കാലത്ത് മൊത്തം ബസ്സും അലമ്പായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, GPS വെച്ച് ബസ് ഓടിക്കുന്നതാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഗണേഷ് കുമാറിനെതിരെ ആന്റണി രാജു ഈ വാർത്തയൊക്കെ കേട്ടപ്പോൾ കടുത്ത വിമർശനങ്ങളാണ് തിരിച്ചുന്നയിക്കുന്നത്. എന്താ വെച്ചാൽ ഒഴിഞ്ഞു പോകുന്ന ഒരാൾ ഇങ്ങനെ അവമാനിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഗണേഷ് കുമാർ വല്ല ആഗ്രഹവും ആദ്യ ടേമിൽ മന്ത്രിയാകാൻ ആഗ്രഹിച്ചിരിക്കാം, അപ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ ദേഷ്യമായിരിക്കും എന്നൊക്കെയാണ് ആന്റണി രാജു പറയുന്നത്. ഒരാൾ വരുമ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന ആളെക്കാൾ മെച്ചപ്പെട്ട, ഇപ്പോൾ ഭരിക്കുന്നത് മോശമാണ്, ഞാനത് നന്നാക്കിയത് എന്നൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ മോശമായി കിടന്നതിനെല്ലാം നന്നാക്കി, ഇതുവരെ മോശമാണ്, ഇപ്പോൾ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അതിന് എന്ത് ചെയ്യുമെന്ന് ആളിൽ ചോദിക്കൂലേ. അതുകൊണ്ട് ഇപ്പം മോശമാണ്, ഞാനാണ് ഇത് നന്നാക്കി എന്നൊരു പേര് ഉണ്ടാക്കിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മാത്രമായിട്ട് ഞാൻ കാണുന്നു. പഴയ കാലത്തെ ഈ ഇമേജ് ബിൽഡപ്പിൻ്റെ ഒരു സാഹചര്യമൊക്കെ ഗണേശൻ്റെ മുമ്പിൽ ഉണ്ടാവും. എന്തായാലും ഗണേശൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. ഇതൊക്കെ കഴിഞ്ഞാണ് ചാനലുകാരുടെ മുമ്പിൽ വേറെയും ചില ഷൈനിങ് ഏരിയകളുണ്ടല്ലോ എന്ന് ഗണേഷ് കുമാറിന് തോന്നിയിട്ടുണ്ടാവുന്നത്. അങ്ങനെയാണ് ഗണേഷ് കുമാർ പറഞ്ഞത്, അവരുടെ പാർട്ടി ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് സിനിമാ വകുപ്പ് വേണം എന്ന്. സിനിമാ വകുപ്പാണ്, അത് CPMൻ്റെ വകുപ്പാണല്ലോ, അതങ്ങനെ തരില്ല എന്നായി. പാവപ്പെട്ട സജി ചെറിയാൻ കഷ്ടപ്പെട്ട് നോക്കുന്ന വകുപ്പ്. സജി ചെറിയാനാണെങ്കിൽ ആ വകുപ്പ് ഏറ്റെടുത്ത മുതൽ ദുഷ്പേരാണ്. രഞ്ജിത്ത് ആവുപോലെ IFFKക്കും ചലച്ചിത്ര അക്കാദമിക്കും ഒക്കെ പേര് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഗണേഷ് കുമാർ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് B പറയുന്നത്, ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നത്. പക്ഷേ ഗണേശൻ പറഞ്ഞിട്ട് ഞാനത് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഗണേശൻ അതിനുള്ള മറുപടി സജി ചെറിയാനുള്ള പണിയും കൂടി ആയിപ്പോയി. ഗണേശനോട് ചാനലുകാർ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയെടുത്ത് അങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, അത് കഷ്ടമായി പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത്,
ഞാൻ ചോദിച്ചിട്ടില്ല. ഈ ചലച്ചിത്ര മേഖലയുടെ ഈ കുത്തഴിഞ്ഞ സാഹചര്യം കണ്ടിട്ട് ആളുകൾ ആഗ്രഹിച്ചിരിക്കാം സിനിമയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം, ഗണേശൻ വന്നാൽ എല്ലാം മെച്ചപ്പെടുമല്ലോ, അതായത് ഞാൻ വന്നാൽ എല്ലാം മെച്ചപ്പെടുമല്ലോ എന്ന് ആളുകൾ ആഗ്രഹിച്ച് ഇരിക്കാം എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇതൊക്കെ സജി ചെറിയാൻ എന്ത് മന്ത്രിയാണ്, സജി ചെറിയാൻ കൊള്ളില്ല എന്നുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഗണേഷ് കുമാർ പറഞ്ഞ അങ്ങനെയാണ്, നോക്കിക്കോ. സിനിമ വകുപ്പ് കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതിൽ സന്തോഷമുണ്ട്. അതൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട കാര്യമാണ്, LDF തീരുമാനിക്കേണ്ട കാര്യമാണ്. CPM കയ്യിലിരിക്കുന്ന വകുപ്പാണ്, അതെടുക്കണമെന്നൊക്കെ അവർ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ തീരുമാനം വരണം. അത് സിനിമ പ്രവർത്തകർക്ക് അത് നന്നാകണമെന്ന് ആഗ്രഹമുള്ള ചില ആളുകൾ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. സിനിമയെ ഞാൻ സിനിമാ നടനായിരുന്നു, ഞാൻ സിനിമയെ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണ്. ഞാൻ ഈ വിവാദങ്ങളിലൊക്കെ ഒരു ഏറ്റവും നല്ല ഒരു ഫെസ്റ്റിവൽ നടത്താൻ പോലും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു അപശബ്ദങ്ങളുമില്ലാതെ വളരെ സുരക്ഷിതമായ നല്ല ഫെസ്റ്റിവൽ ഞാൻ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഇതുവരെ കണ്ട ഫെസ്റ്റിവൽ വെച്ച് ഏറ്റവും വളരെ സ്റ്റൈലായിട്ടുള്ള ഫെസ്റ്റിവലാണ് നമ്മൾ. കഴിഞ്ഞ 2 വർഷം അതിന് ഈ ചലച്ചിത്രക്കാണ് ചെയർമാനെതിരെ ഭയങ്കര പോലും പ്രശ്നങ്ങളും എതിരുള്ള അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് വന്നു ഫെസ്റ്റിവലുമായി. വ്യക്തിപരമാണ്. കാരണം ഈ ഫെസ്റ്റിവൽ കാണാൻ വരുന്നവരും ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നവരും സ്വാഭാവികമായിട്ടും അല്പം ബുദ്ധിജീവികളും അവരൊരു കുറച്ചുകൂടെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പോൾ അവരെ സാധാരണ നിലയിൽ നമ്മൾ കണ്ടാൽ നമ്മൾ മണ്ടന്മാരാണ്. അപ്പോൾ അവർക്ക് പല പല കാലിബറുള്ളവരാണ്, പല പ്രദേശത്ത് വരുന്നവരാണ്, പലരും നല്ല റീഡിംഗ് ഹാബിറ്റ് ഉള്ളവരാണ്. അവർ ലോകത്തെക്കുറിച്ച്, അവർ ലോക സിനിമകളെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് കാണാൻ വരുന്നവർ. അപ്പോൾ അവരുടെ അടുത്ത് അവരെ ആ നിലയിൽ കാണുക എന്നുള്ളത് വെറും ഒരു മോശക്കാരായിട്ട് അവരെ കാണാൻ പറ്റത്തില്ല. കാരണം വിവിധ മേഖലകളിൽ അവർക്ക് ഉള്ളതായ ചില കഴിവുള്ളവരാണ് ഈ കാണാൻ വരുന്നവർ ഇതിൽ പങ്കെടുക്കുന്നത്. ഇതൊരു പിന്നെ ചുമ്മാ കാഴ്ചയ്ക്ക് വരുന്നവരും ഉണ്ട്. പക്ഷേ എങ്കിലും നല്ല കുറേ സിനിമകൾ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചതിനൊരു പഠിക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. ആന്റണി രാജു ഗണേശൻ്റെ അമ്പ് കൊണ്ട് മന്ത്രിസ്ഥാനം പോയതിന് ശേഷം സങ്കടത്തിലായി. സജി ചെറിയാൻ മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് ഗണേഷ് കുമാറിൻ്റെ അമ്പ് കൊണ്ട് സങ്കടത്തിലായി. മൊത്തത്തിൽ ഗണേഷ് കുമാറിനോട് ഇങ്ങനെ വലിയ വർത്താനം വേണ്ട എന്ന് AK സെൻറ്ററിൽ നിന്ന് പറഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഗണേഷ് കുമാർ UDF പോലെ ഇബ്രാഹിം കുഞ്ഞിന് 2 വർത്താനം, ഇവിടെ 2 വർത്താനം, അങ്ങനെ നമ്മളങ്ങ് ഇമേജ് അങ്ങ് ബിൽഡ് ചെയ്ത് വരാം എന്നുള്ള വല്ല സാധ്യതയും ഗണേഷ് കുമാർ വിചാരിച്ചിട്ടുണ്ടാവണം. എന്തായാലും ഗണേഷ് കുമാർ 2 കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ള 2.5 കൊല്ലം വലിയ പണിയായിരിക്കും. പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ വീണ ജോർജിനെയും മുഹമ്മദ് റിയാസിനെയും പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളെയും കുറിച്ച് കടുത്ത വിമർശനം MLA ആയപ്പോൾ ഉന്നയിച്ച ആളാണ് ഗണേഷ് കുമാർ. അത് കഴിഞ്ഞാണ് ഗണേഷ് കുമാർ മന്ത്രിയാവുന്നത്. മന്ത്രിയാവുമ്പം പറഞ്ഞെന്താ, ഞാൻ ഇനി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നിട്ട് പറഞ്ഞെന്താ, മന്ത്രിമാരെ കുറിച്ചൊന്നും പറയില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യം പാലിച്ചു. ആന്റണി രാജു മന്ത്രി അല്ലാത്തതുകൊണ്ട്, ആന്റണി രാജു MLA ആയതുകൊണ്ട് അത് പാലിച്ചു. ആന്റണി രാജുവിനെ കുറിച്ച് പറഞ്ഞു, ഗതാഗത വകുപ്പിനെ കുറിച്ച് പേരെടുത്ത് പറയുന്നില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ ആരാ, നമ്മുടെ സജി ചെറിയാനെ കുറിച്ചും പറഞ്ഞു. സജി ചെറിയാൻ്റെ സിനിമാ വകുപ്പ് പോരാത്തതുകൊണ്ട് ആളുകൾ ആഗ്രഹിച്ചിരിക്കാം ഗണേഷ് കുമാർ മന്ത്രിയാകണം, സിനിമാ മന്ത്രിയാകണം എന്ന്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഗണേഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് ബാക്കി മന്ത്രിമാർ കൂടി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന, ആശങ്കയോടെ ഇരിക്കുന്നത്. ഇനി എന്നെക്കുറിച്ച് എപ്പോഴാണ് പറയുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഗണേഷ് കുമാർ, പത്തനാപുരം ഗണേശൻ ഇനി മന്ത്രിസഭയിൽ എത്തിയതിൻ്റെ ആഘോഷം എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മളും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. എല്ലാത്തിനും ഒരു മുന്നണി മര്യാദയൊക്കെ വെച്ചുകൊണ്ട് ഗണേഷ് കുമാർ ഇങ്ങനെ തനിക്ക് വേണ്ടുന്ന സമയത്ത് അമ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുമായിരിക്കും. നമുക്ക് കണ്ടും അങ്ങ് രസിച്ചിരിക്കാം എന്നേ ഉള്ളൂ. ഇമ്മാതിരി മുന്നണി മര്യാദയും കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് നമ്മുടെ ആശങ്ക.